+2 കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് ഇതൊരു അഡ്വൈസായിട്ട് എടുക്കാം. സബ്ജക്റ്റ് ഏതും ആയിക്കൊള്ളട്ടെ. അക്കൗണ്ടിംഗ് ആണ് നിങ്ങൾ കരിയറായി ചൂസ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ കൂടെ അല്പസമയം ഒന്ന് സ്പെൻഡ് ചെയ്യും. ഡിഗ്രി കോഴ്സുകളൊക്കെ 4 വർഷത്തോളം നീളുകയാണ്. നല്ലൊരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡിഗ്രി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നിങ്ങളുടെ കരിയറിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയും അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിനും പിന്നെ അല്പസ്വല്പം എൻ്റർടൈൻമെൻറ്റിനൊക്കെ ഉപകാരപ്പെടും. പെട്ടെന്നൊരു ജോലി നിങ്ങൾക്ക് ആവശ്യമാണ്, കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനില്ല എങ്കിൽ മറ്റൊരു ഓപ്ഷൻ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പരിചയപ്പെടുത്തി തരാം. ഒരു ഡിഗ്രി കോഴ്സ് നിങ്ങൾ എന്ത് ചെയ്യാം ഡിസ്റ്റൻ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുക. അതൊരു BCom പോലത്തെ അല്ലെങ്കിൽ ഫിനാൻസ് റിലേറ്റഡ് ഒരു കോഴ്സ് ചെയ്യാം. അതിൻ്റെ കൂടെ EC360 പോലെ ഫുള്ളി പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് കോഴ്സും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ കൂടെ എൻറോൾ ചെയ്യാവുന്നതാണ്. 6 മാസമോ അല്ലെങ്കിൽ അതുപോലത്തെ ഷോർട്ട് ഡ്യൂറേഷനിൽ കംപ്ലീറ്റ് ആവുന്ന ഇത്തരം കോഴ്സ് കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം CA ഫേം പോലെയുള്ള സ്ഥാപനങ്ങളിൽ ഒരു ഇൻറ്റേൺഷിപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നല്ലൊരു സീനിയർ അക്കൗണ്ടൻറ്റിൻ്റെ കീഴിൽ ഒരു ജൂനിയർ അക്കൗണ്ടൻ്റായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനും പറ്റുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ 3 വർഷം ഈ ഒരു പ്രോസസ്സിലേക്ക് പോകുമ്പോൾ 17 വയസ്സുള്ള നിങ്ങൾ ആ സമയത്ത് ഒരു 20 21 വയസ്സിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റും അതുപോലെ അക്കൗണ്ടിങ് കോഴ്സിൻ്റെ ഒരു സർട്ടിഫിക്കറ്റും പിന്നെ വാല്യുവബിൾ ആയിട്ടുള്ള 2-2.5 വർഷമുള്ള അക്കൗണ്ടിങ് എക്സ്പീരിയൻസും ഉണ്ടാവും. ഈ ഒരു കപ്പാസിറ്റി വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നല്ലൊരു കരിയർ അക്കൗണ്ടിങ് ഫീൽഡിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നല്ലൊരു ജോബ് മിക്കവാറും നിങ്ങൾക്ക് എന്ത് ചെയ്യും ഈ എക്സ്പീരിയൻസ് വെച്ച് കിട്ടും. കരിയർ റിലേറ്റഡ് ആയിട്ട് പ്രത്യേകിച്ച് അക്കൗണ്ടിങ് കരിയർ റിലേറ്റഡ് ആയിട്ട് എനി ഡൗട്ട്സ് ഓർ ക്വറീസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ടീം ഓൾവേസ് വിത്ത് യു ടു ഹെൽപ്പ് യു. താങ്ക് യു.